Pulimutil Silks. It's time to change. നമസ്കാരം. വിബിസിയുടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. കേരളത്തിലെ ബ്യൂറോക്രസിയുടെ കൊടുംക്രൂരതയ്ക്കിരയായ വൃദ്ധൻ യാത്രയായി. തൊടുപുഴയിലെ ആദ്യകാല കേരള കോൺഗ്രസ് നേതാവും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയുമായ മണക്കാട് മാപ്ലാശ്ശേരിൽ എം.ജെ. സ്കറിയ തൊടുപുഴ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പോരാട്ടത്തിലായിരുന്നു. തൊടുപുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിക്കെതിരെ 2 വർഷം മുമ്പ് നഗരസഭാ ഓഫീസിനു മുന്നിൽ ചങ്ങലയിൽ ബന്ധിച്ച് സ്കറിയയും കുടുംബവും സമരം നടത്തിയിരുന്നു. സ്വന്തം ഭൂമിയിൽ വായ്പയെടുത്ത് നിർമ്മിച്ച കെട്ടിടത്തിന് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കെട്ടിട നമ്പർ നൽകാത്തതാണ് ഇദ്ദേഹത്തെ വലച്ചത്. ചില ജീവനക്കാരുടെ മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഈ മനുഷ്യനെ പ്രതിസന്ധിയിലാക്കിയത്. നിയമ പോരാട്ടം നടത്തിവരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക സംഘർഷം ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ബാധിച്ചു. ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും സ്കറിയ ചേട്ടനോട് യുദ്ധം പ്രഖ്യാപിച്ച നഗരസഭാ ജീവനക്കാർക്കും അവർക്ക് സംരക്ഷണം നൽകിയ രാഷ്ട്രീയ നേതാക്കൾക്കും ഇനി സ്കറിയ ചേട്ടൻ ശല്യമാവില്ല. ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം. സ്കറിയ ചേട്ടന്റെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 തൊടുപുഴ തെനങ്കുന്ന് സെന്റ് മൈക്കിൾസ് പള്ളിയിൽ നടക്കും. സ്കറിയ ചേട്ടന്റെ സമരത്തിന്റെ പഴയ ദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. തിങ്കളാഴ്ച രാവിലെ നഗരസഭാ കൗൺസിൽ യോഗം ചേരുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ചങ്ങലയിൽ കുരുക്കിയ പ്രതിഷേധം ഉയർന്നത്. പ്രതിഷേധക്കാരെ കണ്ട് ഭൂരിഭാഗം കൗൺസിലർമാരും മുനിസിപ്പൽ ഓഫീസിന്റെ പിൻവാതിലിലൂടെയാണ് കൗൺസിൽ ഹാളിൽ എത്തിച്ചേർന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കോൺഗ്രസ്, CPM, BJP തുടങ്ങി എല്ലാ പാർട്ടികളുടെയും ലേബലിൽ മത്സരിച്ച് ജനപ്രതിനിധികളായവർ പിന്തുണ നൽകിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. തൊടുപുഴയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ സാറേ എന്ന് വിളിക്കുന്ന സ്ഥിതിയും ഉണ്ട്. തങ്ങളുടെ അധികാരം എന്താണെന്ന് പോലും അറിയാതെയാണ് ബ്യൂറോക്രസിയുടെ അടിമകളായി ഇവർ മാറിയിരിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പേ കൗൺസിലറായി എന്ന് അഹങ്കരിക്കുന്ന കുറെ സീനിയർ കൗൺസിലർമാരും ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുകയാണ്. ചങ്ങലയിൽ കുരുക്കിയുള്ള സമരത്തിന് PM മാനുവൽ, MC മാത്യു, പ്രൊഫസർ കൊച്ചിറേസ്യ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവർക്ക് പിന്തുണയുമായി DCC സെക്രട്ടറി NI ബെന്നി, KG സജിമോൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തി. തുടർന്ന് കൗൺസിലർമാരടങ്ങിയ സബ് കമ്മിറ്റി M.J. സ്കറിയുമായി ചർച്ച നടത്തി. പുതിയതായി അംഗീകരിച്ച സ്കെച്ചും പുതിയ അപേക്ഷയും വേണമെന്ന ആവശ്യത്തിൽ ഉദ്യോഗസ്ഥരും, എന്നാൽ പഴയ ഫയലുകൾ വിജിലൻസ് പരിശോധനയിൽ അംഗീകരിച്ചതാണെന്നും അതിന്റെ വിശദ വിവരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും അതനുസരിച്ചുകൊണ്ട് തങ്ങൾക്ക് കെട്ടിട നമ്പർ തരണമെന്നും M.J. സ്കറിയയും കൂട്ടരും ആവശ്യപ്പെട്ടു. തൊടുപുഴ പറയാതിരിക്കാനും വല്ല പറയാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ്. കഴിക്കുന്നത് ഇവിടെ ഒരു LDF, UDF, BJPയിലെയും ചില ആളുകൾ ചേർന്നുള്ള ഒരു അവിശുദ്ധ മുന്നണിയാണ് തൊടുപുഴ നഗരസഭ ഭരിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാർ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് സെക്ഷനിലേക്ക് പാവപ്പെട്ട ആളുകൾക്ക് കടന്നു പോകുവാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മനോരമയിൽ വന്നപ്പോൾ ദൂരം ആളുകളായിരുന്നു അഭിപ്രായങ്ങളുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കറിയാച്ചേട്ടൻ, ഞാൻ പറഞ്ഞു വന്നത് എന്നോട് എൻ്റെ സുഹൃത്ത് അസീസിലൂടെ സൂചിപ്പിച്ചതുപോലെ, കറിയാച്ചേട്ടന് ഇട്ടതുപോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ ചങ്ങലയ്ക്കുന്ന ദിവസം ഇവിടെ സംജാതവും യാതൊരു. തുടർന്ന് സബ് കമ്മിറ്റി നടത്തിയ വിശദാംശങ്ങൾ കൗൺസിൽ വീണ്ടും ചർച്ചയ്ക്കെടുത്തു. ഉത്തരകോടതി വിജിലൻസ് കൊണ്ടുപോവുകയും അത് പ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് SC അന്വേഷണത്തിന് വരികയും SC നഹാസ് ഇവിടെ കണ്ടിരുന്ന ഒരു എഞ്ചിനീയറാണ്, അത് അന്വേഷണത്തിന് വരികയും ആ ഫയല് നമ്മളിവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു, തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി ഞാൻ ആ ഫയല് വന്നിട്ട് തിരുവനന്തപുരത്ത് പോയി വാങ്ങാൻ പോയപ്പോൾ നമ്മുടെ CEയും SCയും പറഞ്ഞത് നഗരസഭ ഈ കൗൺസിൽ തീരുമാനം എടുക്കുന്നതിന് ഈ ഫയൽ പ്രകാരം ഈ ഫയലിൽ ഞങ്ങൾക്കൊരു തീരുമാനം എഴുതി തരാൻ പറ്റില്ല. പിന്നെ ചെയർമാന് ബുദ്ധിമുട്ടാണെങ്കിൽ നഗരസഭയുടെ ബിൽഡിംഗ് റൂൾ പ്രകാരം, നഗരസഭയുടെ KMDR പ്രകാരം ബിൽഡിംഗ് റൂളിൽ ചട്ടം 16 ചട്ടം 25 പ്രകാരം നഗരസഭ ചെയറിനോ നഗരസഭാ കൗൺസിലിനോ നമ്പർ കൊടുക്കാൻ യാതൊരു അനുവാദവും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.